വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലേക്ക് എറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും. എന്റെ പിന്നാലെ വരുന്നവർ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിൽ. അവൻ കണം വെളിപ്പാക്കുന്ന ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. അവന് കിടാത്ത രീതിയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലേക്ക് എറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവർ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത രീതിയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. യോഹന്നാൻ, ഹെറോദസ്, നീ എന്തേ ചിരിക്കുന്നു? നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്ഞിയായ ഹെരോദ്യയെയും അപമാനിക്കുന്ന നീ ഈ രാജ്യത്തെ തന്നെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ദുഷ്ടനായ പൈശാചിക ശക്തിക്കുടമയായ നീ സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയായ ഹെരോദ്യയെ വിവാഹം ചെയ്തത് തന്നെ നീതിയാണോ? മരുഭൂമിയിലെ കാട്ടാളനെ പോലെ നിന്റെ ദുഷ്പ്രചരണങ്ങളും അപകീർത്തികളും നമ്മെയും രാജ്യത്തെയും അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. ഹേ ധിക്കാരി, നിന്നെ ബന്ധനസ്ഥനാക്കി കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹെറോദസ് രാജാവിന്റെ ജന്മദിനം രാജസേവകന്മാരും സഹസ്രാധിപന്മാരും ഗലീലിയോയിലെ പ്രമാണിമാർക്കും വിരുന്നു നൽകുന്ന സദസ്സിൽ കുമാരി സലോമിയുടെ നൃത്തം. സലോമിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അങ്ങയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ളത് നാം അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. എന്റെ മാതാവിനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ അഭിസാരികയായി ചിത്രീകരിച്ച ആ കാരാഗൃഹത്തിൽ കിടക്കുന്ന നരാധമനും നിഷ്ഠൂരനും രാജ്യദ്രോഹിയുമായ ആ യോഹന്നാന്റെ ശിരസാണ് നമുക്ക് ആവശ്യം. അരുത് സലോമി, അരുത്. ഇത്രയും നിഷ്ഠൂരമായ ആവശ്യമാണോ നീ നിന്റെ മാതാവും എടുത്തിരിക്കുന്നത്? യോഹന്നാനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ മാത്രമേ നാം നിർദ്ദേശിച്ചിട്ടുള്ളൂ. ഗളച്ഛേദം ചെയ്യാൻ നാം ഉദ്ദേശിച്ചിട്ടില്ല. സലോമി, നീ മറ്റെന്തെങ്കിലും ചോദിക്കൂ. ഇല്ല മഹാരാജാവേ, ഇല്ല. അങ്ങയുടെ ഒറ്റ വാക്കിനെ വിശ്വസിച്ച് മാത്രമാണ് സലോമി ഈ സഭയിൽ നൃത്തം ചെയ്തത്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഹെറോദസ്, നിങ്ങളുടെ നീതിയും ധർമ്മവും സത്യസന്ധതയും എവിടെ? എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതേ. നാം അപേക്ഷിക്കുകയാണ്. നിന്റെയും നിന്റെ മാതാവിന്റെയും ക്രൂരമായ കർമ്മത്തിനു വേണ്ടി നാമും കൂട്ടുനിൽക്കേണ്ടി വന്നല്ലോ. ആരെവിടെ? ഇവളുടെയും ഇവളുടെ മാതാവിന്റെയും ആഗ്രഹത്തിന് വേണ്ടി കാരാഗ്രഹത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാന്റെ ശിരസ് വെട്ടി തളികയിൽ കൊണ്ടുവരൂ.
സലോമി, നിനക്ക് തൃപ്തിയായി. നീ ആഗ്രഹിച്ച ശിരസിത നീ എടുത്തുകൊള്ളൂ, നീ എടുത്തുകൊള്ളൂ. ഈ ശിരസ് നാം എന്റെ മാതാവിനെ ഏൽപ്പിക്കും. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ നീതിയുമല്ല, ഞാൻ പ്രവാചകനുമല്ല. കർത്താവിന്റെ വഴികൾ നേരെയാക്കുമെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദമാണ് ഞാൻ. വരുന്നു, 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 അവൻ വരുന്നു. കാത്തിരിക്കുന്നു. എല്ലാ മേഖലകളിലും ഡിസ്പ്ലേ ഇവിടെ നടക്കും. എല്ലാവരും സഹകരിക്കുക. മുകളിൽ ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് സൗകര്യം പോലെ ആവശ്യം തന്നെ ഉപയോഗിക്കണം. മേളങ്ങളുടെ ഡിസ്പ്ലേ എല്ലാം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും.